ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് വൈക്കം അൾട്രാടെക്കിൻ്റെ ഗോഡൗണിലാണ്. വൈക്കത്ത് നമ്മൾ മുമ്പ് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പാലയാണ് നമ്മൾ പോയത്. പാല ഗോഡൗണിൽ പാലയും വൈക്കവും അടിപൊളി ഗോഡൗണാണ് ഗൈസ്. ഇച്ചിരി ചെളിയാന്നേ ഉള്ളൂ. ചെളിയായാലും ഇവിടെ ഉള്ളവരുടെ മനസ്സ് നല്ലതാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ബുദ്ധിമുട്ടും നമുക്കവർ ഉണ്ടാക്കാത്ത രീതിയിലാണ് അവർ നമ്മളോട് സഹകരിക്കുന്നതും ഇടപഴകുന്നതും എല്ലാം. പിന്നെ ഈ റോഡും എല്ലാം ഇച്ചിരി മോശമാണേ ഉള്ളൂ. ചെളിയിൽ കൂടെ വരണം. നമ്മൾ തെള്ളിക്കൊണ്ടൊന്നല്ലല്ലോ ഗൈസ് വരുന്നത്, വണ്ടി ഓടിച്ചല്ലേ വരുന്നത്. വണ്ടിയിൽ ഇച്ചിരി ചെളിയാവുന്നേ ഉള്ളൂ, വിഷയമല്ല. സമയം കൊണ്ട് പോകുന്ന വഴിക്ക് ഇച്ചിരി മഴയൊക്കെ പെയ്യുമ്പോൾ വലിയ ചെളിയെല്ലാം പൊക്കോളും. ഇവിടുത്തെ കാവൽക്കാരനാണിത്. 2-3 പേരുണ്ട് അപ്പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ഒരാൾ ഞാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അപ്പോൾ ഇതാണ് ഗൈസ് അൾട്രാടെക്കിൻ്റെ വൈക്കം ഗോഡൗൺ. നമ്മളിപ്പോൾ എത്തിയത് വൈകുന്നേര സമയത്താണ്. നമുക്ക് വൈകുന്നേരം ഒരു 6 മണിക്ക് മുമ്പേ ഗോഡൗണിൽ ഓടിക്കയറിയ അന്നത്തെ ദിവസത്തെ ഒരു ഹാൾട്ട് കിട്ടും. 6 മണിക്ക് എന്തായാലും ഓടിക്കയറുമ്പോൾ നമുക്ക് ലോഡ് ഇറക്കാൻ സാധ്യതയില്ല. ഒരു ദിവസത്തെ ഹാൾട്ട് ലോഡ് ഇറക്കാത്തത് കൊണ്ട് 400 രൂപ കിട്ടും. പിറ്റേ ദിവസം നമ്മൾ ലോഡ് ഇറങ്ങി പോകുന്നതുകൊണ്ട് പിറ്റേ ദിവസത്തെ ഹാൾട്ടില്ല. പിറ്റേ ദിവസം ലോഡ് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാൾട്ട് കൂടെ കിട്ടും. അങ്ങനെ 400, 800 കിട്ടും. അങ്ങനെ നമ്മൾ നേരം വെളുത്ത് നമ്മൾ രാവിലെ ആയപ്പോൾ കറുപ്പസ്വാമി എന്ന് പറഞ്ഞൊരു തമിഴ് ഡ്രൈവർ വണ്ടി ഓടിക്കുന്നുണ്ട്. പുള്ളിയുടെ വണ്ടിയായിട്ട് പുള്ളി വന്നപ്പം നേരം വെളുത്ത് പുള്ളി രാവിലെ തലേന്നായിരുന്നു ലോഡ് കയറിയത്. വൈകിട്ട് ലോഡ് കയറിയിട്ട് രാവിലെ ആയപ്പോൾ എത്തി. രാവിലെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ പുള്ളി എവിടെ നിർത്താതെ തന്നെ ഓടി വന്നതാണ്. ഇവിടെ എത്തി ഞങ്ങൾ രണ്ടുപേരൂടെ കടലോട്ടൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഒരു കോള് വന്നത്. കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോൾ ഒരു കോള് വന്നു. അപ്പോൾ പുള്ളിക്ക് ഒരു മരണം, ചിറ്റപ്പൻ മരിച്ചുപോയി, മരണം വന്നു. അപ്പം രണ്ടാമത്തെ വണ്ടിയായി കിടന്ന പുള്ളിയുടെ വണ്ടി പിടിച്ചിട്ടിട്ട് ഗോഡൗണിൽ ഇറക്കി വെക്കാൻ വേണ്ടി പെട്ടെന്ന് ലോഡിങ്ങുകാരെല്ലാം കൂടെ സഹായിക്കുക. വേറൊരു ഗോഡൗണിൽ ചെന്നാലും ഇങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല ഗൈസ്. ഫസ്റ്റ് വണ്ടി ഏതാണോ അത് ഇറക്കിയിട്ടേ രണ്ടാമത്തെ വണ്ടി ഇറക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ തന്നെ കമ്പനി വണ്ടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ അണ്ണൻ്റെ അർജൻറ്റല്ലേ, മരണമല്ലേ, നമുക്കും നാളെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കും വീട്ടിൽ പോകണമെങ്കിൽ അണ്ണൻ്റെ വണ്ടിയായാലും നമുക്കൊന്ന് മാറ്റി തന്നാലേ നമുക്ക് പോകാൻ പറ്റും. അതല്ല, നമ്മളൊരു സഹായം ചെയ്യുമ്പോഴല്ലേ മറ്റൊരു ഡ്രൈവറും സഹായം ചെയ്യത്തുള്ളൂ. അങ്ങനെ നമ്മൾ പ്രതീക്ഷയല്ല ചെയ്യുന്നത്. എങ്കിൽ പോലും നമ്മളെല്ലാം ഡ്രൈവർമാരാണല്ലോ. ഡ്രൈവർമാരുടെ അവസ്ഥ നമുക്കെല്ലാം അറിയത്തുള്ളൂ. പല നാട്ടിലും പോയി നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം നമുക്കെല്ലാം അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടനുസരിച്ച് അവരുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ അവർക്ക് പറ്റുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്തു കൊടുത്ത്, എൻ്റെ വണ്ടി കുറച്ച് ഇറക്കിയെങ്കിലും ഞാൻ വണ്ടി മാറ്റി സൈഡിൽ ഒതുക്കിയിട്ട് കൊടുത്തിട്ട് അണ്ണൻ്റെ വണ്ടി ഫുള്ള് ഗോഡൗണിൽ ഇറക്കി വെച്ച് കാലിയാക്കി കൊടുത്തു. അണ്ണൻ പെട്ടെന്ന് തന്നെ പോകാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുത്തു. അവിടുത്തെ ലോഡിങ്ങാരോടും പറഞ്ഞപ്പോൾ ഒരു നല്ല മനസ്സുള്ളവരായിരുന്നു. നമ്മളും പെട്ടെന്ന് ലോഡ് ഇറക്കിയിട്ട് അവിടുന്ന് പോയി അടുത്ത ലോഡെടുത്ത് നമ്മൾ മാന്നാർ വരികയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ നമുക്ക് അവിടെ ചെന്ന് രാത്രി ഉടനെ തന്നെ മാന്നാർ ലോഡ് കിട്ടി. 2 മണിക്ക് നമ്മൾ ലോഡെടുത്ത്. രാത്രി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങനെ പറ്റിയില്ല കൈ. അതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ ലോഡെടുത്ത് പിറ്റേ ദിവസം വന്നു. നമ്മുടെ കൂടെ ലോഡ് കയറിയ വണ്ടിയാണ് അപ്പുറത്ത് കിടക്കുന്ന ലൈലാൻഡ്. എവിടെ ലോഡ് കയറിയാലും നമ്മൾ കൂടെ ഒരു വണ്ടി എപ്പോഴും കാണില്ല. 2 വണ്ടി അടുപ്പിച്ചൊക്കെ ആയിരിക്കും ചിലപ്പം ഒരു ഗോഡൗണിലേക്ക് അടിക്കുന്നത്. പക്ഷെ നമ്മൾ മാക്സിമം ഏത് ഗോഡൗണിലായാലും ഫസ്റ്റ് ഓടിയെത്തും ഗൈസ്. അങ്ങനെ അതും നമ്മൾ ലോഡ് ഇറക്കിയതിന് ശേഷം നൈറ്റ് തന്നെ ഓടിച്ചെന്ന് പിറ്റേ ദിവസം നമ്മൾ ലോഡ് എടുത്തു. ആ ലോഡ് നമുക്ക് ചുള്ളിക്കൽ എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു. അത് ഭരണിക്കാവ് കഴിഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ വന്നു. ഒരു പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്, HP പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഗോഡൗൺ വരുന്നത്. ഗോഡൗണുള്ള കേസ് ഒരു കടയാണ്. അപ്പം അവിടെ ചെന്ന ഉടനെ തന്നെ രാവിലെ ഇറക്കി വിടും. 4 മണിക്ക് ഇവിടെ എത്തണം. 3 മണിയാകുമ്പോൾ എത്തണം. 4 മണിക്ക് അവർ ഹിന്ദിക്കാർ ജോലിക്കാരെത്തും. ഒരു സൈഡ് ഫുൾ ഇറക്കി എന്നിട്ട് വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചിട്ട് കൊടുത്തതാണ് കേസ്. ആദ്യം റിവേഴ്സിലാണ് വണ്ടി കിടന്നത്. പിന്നെ നമ്മൾ മറ സൈഡ് ഇറക്കാൻ വേണ്ടി പിടിച്ചിട്ട് കൊടുത്തതാണ്. ലെഫ്റ്റ് സൈഡിൽ ഈ ഓഫീസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ഇറക്കി വെക്കാനൊന്നും സ്പേസ് ഇല്ല കേസ്. കറക്റ്റ് വണ്ടി ഇടാവുന്ന സ്ഥലമേ ഉള്ളൂ. 2 സൈഡിലും ഓഫീസും സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ തന്നെ വെളുപ്പിനെ അതുകൊണ്ടാണ് ഇറക്കുന്നത്. വലിയ വണ്ടി തിരക്കുമില്ല, റിവേഴ്സ് എടുക്കാനും തിരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ ലോഡ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി നേരെ പോയി കരിമണ്ണ് എടുക്കുകയാണ് കേസ്. അപ്പോൾ റിട്ടേൺ ലോഡ് ഈ വട്ടം നമുക്ക് റിട്ടേൺ ലോഡുണ്ട്. അപ്പോൾ റിട്ടേൺ ലോഡ് എടുക്കുന്ന രീതികൾ എങ്ങനെയാണെന്നോ അത് റിട്ടേൺ ലോഡ് എന്തുവാണെന്നെല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പറ്റുന്ന രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദി.